നമസ്കാരം. ഹിന്ദുവും ഹിന്ദുത്വയും കടലും കടലാടിയും തമ്മിലുള്ള ബന്ധമേയുള്ളൂ എന്ന് RSS മേധാവിയെ ഓർമ്മപ്പെടുത്തി പ്രമുഖ ഹിന്ദു പുരോഹിതന്മാർ രംഗത്തു വന്നു. രാജ്യത്തുടനീളമുള്ള ക്ഷേത്ര മസ്ജിദ് തർക്കങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാൻ ഹിന്ദുക്കളെ ഉപദേശിക്കുന്ന രാഷ്ട്രീയ സ്വയം സേവക് സംഘ് മേധാവി മോഹൻ ഭാഗവതിന്റെ സമീപകാല പരാമർശങ്ങളെ ചൊല്ലിയുള്ള വിവാദത്തിന് തിരികൊളുത്തിയാണ് പുരോഹിതന്മാർ രംഗത്തു വന്നത്. ജഗദ്ഗുരു സ്വാമി രാംഭദ്രാചാര്യയും ഉത്തരാഖണ്ഡിലെ ജ്യോതിഷ് പീഠത്തിലെ ശങ്കരാചാര്യൻ സ്വാമി അവിമുക്തേശ്വരാനന്ദയും പ്രകടിപ്പിച്ച ശക്തമായ അഭിപ്രായ വ്യത്യാസത്തിന് തൊട്ടു പിന്നാലെ തിങ്കളാഴ്ച ഹിന്ദു ദർശകരുടെ സംഘടനയായ അഖില ഭാരതീയ സന്ത് സമിതി ഭാഗവതിന്റെ പരാമർശം കൂടുതൽ വിമർശനത്തിന് വിധേയമാക്കി. മതപരമായ കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത് ധർമാചാര്യന്മാർ അഥവാ മതഗുരുക്കൾ ആണെന്നും അല്ലാതെ RSS പോലെയുള്ള ഒരു സാംസ്കാരിക സംഘടനയല്ലെന്നുമാണ് SKSS ജനറൽ സെക്രട്ടറി സ്വാമി ജിതേന്ദ്രാനന്ദ സരസ്വതി പറഞ്ഞത്. മതത്തിന്റെ വിഷയം ഉയർന്നു വരുമ്പോൾ അത് തീരുമാനിക്കേണ്ടത് മതഗുരുക്കന്മാരാണ്. അവർ തീരുമാനിക്കുന്നതെന്തും സംഘവും VHPയും സ്വീകരിക്കും എന്നുകൂടി ജിതേന്ദ്രാനന്ദ സരസ്വതി പറഞ്ഞുവെച്ചു. ഭാഗവത് അഭിപ്രായപ്പെട്ടിട്ടും 56 പുതിയ സ്ഥലങ്ങളിൽ ക്ഷേത്രം സംബന്ധിച്ച അവകാശവാദങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ടെന്നും ജിതേന്ദ്രാനന്ദ സരസ്വതി പറഞ്ഞു. രാഷ്ട്രീയ അജണ്ടകളെക്കാൾ ജനവികാരത്തിന് അനുസൃതമായാണ് മതസംഘടനകൾ പ്രവർത്തിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. ജഗദ്ഗുരു രാമഭദ്രാചാര്യ ഭാഗവതിന്റെ പരാമർശങ്ങളോട് ശക്തമായ വിയോജിപ്പ് പ്രകടിപ്പിച്ച് 2 ദിവസത്തിന് ശേഷമാണ് SKSS ഈ പരാമർശം നടത്തിയത്. മോഹൻ ഭാഗവതിന്റെ പ്രസ്താവനയോട് ഞാൻ പൂർണ്ണമായും വിയോജിക്കുന്നു. മോഹൻ ഭാഗവത് ഞങ്ങളെ അച്ചടക്കം പഠിപ്പിക്കേണ്ട, വേണ്ടി വന്നാൽ ഞങ്ങൾ അത് പഠിപ്പിക്കുമെന്നും അതിനുള്ള അവകാശം തങ്ങൾക്കുണ്ടെന്നും സരസ്വതി വ്യക്തമാക്കി. ജ്യോതിഷ് പീഠത്തിലെ ശങ്കരാചാര്യൻ സ്വാമി അവിമുക്തേശ്വരാനന്ദയുടെ സമാനമായ നിലപാടിനെ തുടർന്നാണ് ജഗദ്ഗുരു രാമഭദ്രാചാര്യയുടെ പരാമർശം. മോഹൻ ഭാഗവത് തന്റെ സൗകര്യത്തിനനുസരിച്ചാണ് സംസാരിക്കുന്നതെന്നും വോട്ട് ആവശ്യമായി വന്നപ്പോൾ ക്ഷേത്രങ്ങളെക്കുറിച്ച് മാത്രം പറഞ്ഞുകൊണ്ടിരുന്ന അദ്ദേഹം ഇപ്പോൾ ഹിന്ദുക്കൾ ക്ഷേത്രങ്ങൾ അന്വേഷിക്കരുതെന്നാണ് പറയുന്നതെന്നും പറഞ്ഞു. ഹിന്ദുക്കൾ നിരവധി അതിക്രമങ്ങൾ നേരിട്ടിട്ടുണ്ട്, ക്ഷേത്രങ്ങൾ നശിപ്പിക്കപ്പെട്ടു. അത്തരം ക്ഷേത്രങ്ങൾ പുനരുജ്ജീവിപ്പിക്കണമെന്ന് ഹിന്ദുക്കൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ അതിൽ തെറ്റൊന്നുമില്ലെന്ന് സ്വാമി സരസ്വതി കൂട്ടിച്ചേർത്തു. കഴിഞ്ഞ ദിവസം പൂനെയിൽ ഇന്ത്യ ദ വിശ്വഗുരു എന്ന വിഷയത്തിൽ ഒരു പ്രഭാഷണം നടത്തിക്കൊണ്ട് ഭാഗവത് പറഞ്ഞത്, രാമക്ഷേത്ര നിർമ്മാണത്തിന് ശേഷം പുതിയ സ്ഥലങ്ങളിൽ സമാനമായ പ്രശ്നങ്ങൾ ഉന്നയിച്ച് തങ്ങൾക്ക് ഹിന്ദു നേതാക്കളാകാൻ കഴിയുമെന്ന് ചിലർ വിശ്വസിക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്നാണ്. ഈ പ്രയോഗമാണ് പുരോഹിതരെ പ്രകോപിപ്പിച്ചത്. ഇത് അംഗീകരിക്കാനാവില്ല. ഞങ്ങൾ വളരെ കാലമായി സൗഹാർദ്ദത്തോടെയാണ് ജീവിക്കുന്നത്. ഈ ഐക്യം ലോകത്തിന് നൽകണമെങ്കിൽ അതിന്റെ മാതൃക സൃഷ്ടിക്കേണ്ടതുണ്ട് എന്ന ഭാഗവതിന്റെ പരാമർശവും വിവാദമായി. ക്ഷേത്രം പള്ളി തർക്കങ്ങൾ ഉയർത്തി വർഗീയ ചേരിതിരിവ് പ്രചരിപ്പിച്ച് ആരും ഹിന്ദു നേതാവാകില്ല എന്നുകൂടി ഭാഗവത് പറഞ്ഞതോടെയാണ് കൂടുതൽ പുരോഹിതർ എതിർപ്പുമായി രംഗത്ത് വന്നത്. മുസ്ലിം ആക്രമണകാരികൾ നശിപ്പിച്ച ക്ഷേത്ര സ്ഥലങ്ങളിൽ നിർമ്മിച്ചതായി അവകാശപ്പെടുന്ന മസ്ജിദുകളുടെ സർവേ ആവശ്യപ്പെട്ട് ഹിന്ദു ഗ്രൂപ്പുകൾ നിരവധി ഹർജികൾ സമർപ്പിച്ചതിന് മറുപടിയായാണ് ഭാഗവതിന്റെ പരാമർശം. UPയിലെ സംഭാലിൽ അടുത്തിടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ട സംഘർഷങ്ങൾ ഷാഹി ജുമാ മസ്ജിദിനെതിരായ സമാനമായ ഹർജിയുമായി ബന്ധപ്പെട്ടതാണ്. സംഘർഷത്തെ തുടർന്ന് നടന്ന വെടിവയ്പിൽ 5 പേർ മരണപ്പെട്ടിരുന്നു. ഇതിനെ തുടർന്ന് സുപ്രീം കോടതി സംഭാൽ ഉൾപ്പെടെ സമാനമായ കേസുകളിന്മേലുള്ള തുടർ നടപടികൾ മരവിപ്പിച്ചിരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് RSS മേധാവി മോഹൻ ഭാഗവത് നടത്തിയ പ്രസംഗം വിവാദമായത്. ഹിന്ദുവിന്റെ കാര്യം പറയാൻ RSS ആരുമല്ല എന്ന പുരോഹിതരുടെ ഭാഷ്യം എന്തായാലും വരും ദിവസങ്ങളിൽ കൂടുതൽ ചർച്ചയാകുമെന്നുറപ്പ്.